എങ്ങനെയായിരുന്നു സിനിമ സെറ്റ്? എങ്ങനെയായിരുന്നു? അല്ലല്ല, സിനിമ സെറ്റ് ഇങ്ങനെ ആഡ്ലിനെ പോലത്തെ ഫിലിം സെറ്റോ ആഡ്ലിയെ പോലത്തെ ഡയറക്ടറിന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഇനി പരിചയപ്പെടുക വേണ്ട അല്ലേ? തൊമ്മി നീ പടത്തിലുണ്ട് ഉണ്ടാ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? നീ എന്തെങ്കിലും ചെയ്യാൻ. ബൈബിൾ ഇൻ 2026 എന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയ. അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിഫറെന്റ് പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ നമുക്ക് സെൻസർ ബോർഡ് സെൻസർ തന്നില്ലായിരുന്നു. ആക്ച്വലി നമ്മളൊരു PK ലൈനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അതിന്റെ കുറച്ചുകൂടി ഡീപ്പാണിത്. സെൻസർ എന്ന് പറഞ്ഞ ഉടനെ മോസ് നേരെ എന്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് എടാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ അടുത്ത് അപ്പൊ നമ്മളിന്റെ പീസ് ഷൂട്ട് ചെയ്യണോ അല്ലേ? ഹായ്, ഹലോ, നമസ്കാരം. ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഒത്തിരി പേര് നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യമായിട്ട് മോസപ്പൻ ചേട്ടൻ, വെൽക്കം. അതേപോലെ ഡൊമിനിക് ചേട്ടൻ, ഒത്തിരി പേര് 4 പേര്, വിപിൻ അറ്റ്ലി ചേട്ടൻ, അതേപോലെ കലേഷ് ചേട്ടൻ, പിന്നെ സാജിദിക്ക. ഹലോ, താങ്ക് യു. അപ്പൊ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്ര നേരം ഞാൻ ചിരിച്ച് ഓരോരോ വൈബിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് സെറ്റിലും ഇതേ വൈബ് തന്നെ കിട്ടിയിട്ടുണ്ടാവുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വിപിൻ അറ്റ്ലിയോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു സിനിമ സെറ്റ്? എങ്ങനെയായിരുന്നു? സിനിമയെ പറ്റി എന്താ പറയാനുള്ളത്? അല്ലല്ല, സിനിമ സെറ്റ് ഇങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചില്ല. അതായത് സിനിമ സെറ്റ് എന്റർടൈനിങ് ആയിരുന്നു. ഫുൾ പ്ലെയർ 12 പേരാണ് അത് ഡിസേബിൾസ് ആയിട്ട് അഭിനയിക്കുന്നത്. സജിത്, ഞങ്ങൾ എല്ലാവരും അത് കൂടാണ്ട് സുനിൽ ജോർ എന്നൊക്കെ പറഞ്ഞ് 2-3 പേരുണ്ട്. അപ്പം എല്ലാവർക്കും അത്യാവശ്യം കിളി പോയ ആൾക്കാരായതുകൊണ്ട് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ലൊക്കേഷൻ. അപ്പൊ നമ്മള് ടൂർ പോണോലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അല്ല തൊമ്മി ടൂർ പോയിട്ട് ഇവിടെ തൊമ്മിയുടെ പ്രശ്നം വെച്ചാൽ തൊമ്മി ക്യാമറ കാണുമ്പോ ഭയങ്കര സീരിയസ് തിരിച്ച് എന്നെ കുറെ ട്രോളി എന്നൊക്കെ ഇരുന്ന ആള് മാറ്റി, പേഴ്സണാലിറ്റി മാറ്റി. അപ്പൊ അതായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. സിനിമ ഒരു ഡിഫറെന്റ് ടൈപ്പ് പരിപാടിയാണ്. ഇവിടെ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയ ആണ്. അപ്പൊ അത് നമുക്ക് തിയേറ്ററിൽ ആൾക്കാർ കണ്ടാസ്വദിക്കട്ടെ, അവർ പറയട്ടെ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കാണ്? എന്താണ് ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ? എന്തൊക്കെയാണ് ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികളുടെ ഐഡിയ? ബേസിക്കലി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ ഈ ഫോട്ടോ വെച്ചില്ല ആൾക്കാര് മറ്റേ മാർട്ടിൻ എന്നാണ് പേരെങ്കിൽ മാർട്ടിന്ന് വിളിക്കും. അപ്പം ആന്റണി എന്നാണെങ്കിൽ ആന്റി എന്ന് വിളിക്കും. അപ്പൊ പണ്ട് ഞാനിങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ആന്റണി എന്നൊരാള് അയാൾക്ക് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും കഥ? അപ്പൊ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുള്ളൂ. കാരണം മാർട്ടിനെ മാർട്ടി തന്നെ വിളിക്കാം. അപ്പൊ ആന്റണി ആന്റി ക്രൈസ്റ്റ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒരാൾക്ക് പെട്ടെന്ന് ക്രൈസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ നമ്മൾ ആദ്യം ആന്റി ക്രൈസ്റ്റ് എന്നാണ് ഈ പേരിട്ടത്. പക്ഷെ നമ്മൾ നമ്മൾ ടൈറ്റിൽ എടുക്കാൻ പോയപ്പോൾ ഒരു ആന്റി ക്രൈസ്റ്റ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ പേര് മാറ്റിയ ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഫ്രെഡി എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവരുടെ പറഞ്ഞത് അത് മാറ്റി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ടൈറ്റിലേക്ക് വന്നത്. ശരിക്കും ആക്ച്വലി എൻ്റെ ഐഡിയ ആന്റി ക്രൈസ്റ്റ് എന്നായിരുന്നു. ആന്റണി ക്രൈസ്റ്റ് ആയി കഴിഞ്ഞാൽ ആന്റി ഫോട്ടോച്ചുകാർ ആന്റി എന്ന് വിളിക്കുള്ളൂ. അപ്പൊ അതായിരുന്നു അതിന്റെ ഐഡിയ. അതന്നെ. അപ്പൊ ആ ഡയലോഗ് നമ്മൾ സിനിമയിൽ ആഡ് ചെയ്തു. നമുക്ക് ആ ടൈറ്റിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ട്രെയിലറിൽ പടത്തിൽ ആഡ് ചെയ്ത്. അങ്ങനെയാണ് അതിന്റെ പരിപാടി. ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡയറക്ടറാണ്, റൈറ്ററാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ ആക്ട് നിങ്ങളായിരിക്കും ചേട്ടനെ പറ്റി പറയാനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ആഡ്ലി ഞങ്ങളുടെ ഏറ്റവും എക്സെൻട്രിക് ആയിട്ടൊരു പേഴ്സൺ ആണ്. ആൻഡിയുടെ ഇത്രയും തോട്ട് പ്രോസസ്സും ആൻഡിയുടെ ഇത്രയും അത് ഒരു അത്ഭുതമാണ് ആഡ്ലി, അത് യാതൊരു സംശയമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തി സിനിമയിൽ അഭിനയിക്കാൻ വരണം. ഞാൻ റോൾ എങ്ങനെയുണ്ട്? റോള് മെയിൻ റോളാണ്. അപ്പൊ ഞാൻ ഓക്കെ, മെയിൻ റോൾ ആണല്ലോ, കഥയൊന്നും പറയുന്നില്ലല്ലോ, മെയിൻ റോളാണ്, നീയാണ് പരിപാടി മൊത്തം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ജാക്കറ്റ് ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി ഫുൾ സെറ്റപ്പില് ലൊക്കേഷനിൽ ചെന്നു. അപ്പം ഡയറക്ടർ അവിടെ ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം മേക്കപ്പ് ടീം മൊത്തം ഡയറക്ടറിന് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് ആർക്കും മേക്കപ്പ് ഒന്നും ഇല്ല. ഇല്ല, ഡയറക്ടർ 2 കൊമ്പ് വെക്കുന്നു, ഡയറക്ടർ ഫേസിൽ മൊത്തം കളർ ഇടുന്നു. അന്നിട്ട് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ ബാക്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ ഡയറക്ടർ നിങ്ങൾ ഡാൻസ് വെച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അയാളുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള അയാളുടെ എക്സെൻട്രിക് സിനിമയാണ്. അയാളുടെ പൊളിറ്റിക്സ്, അയാളുടെ ഫണ്ണ് എല്ലാം ഈ സിനിമയിലുണ്ട്. അതിനകത്ത് അയാളുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് മോസപ്പനും എല്ലാവരും ഇതിനെല്ലാവരും അയാളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഡെയിലി അയാൾ കാണുന്ന, ഡെയിലി അയാൾ ചായ കുടിക്കുന്ന, അത് ഉറപ്പാണ്, ഞാൻ ഉൾപ്പെടെ
അവരെ വെച്ച് അയാളുടെ ഒരു എക്സെൻട്രിക് സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരിക്കലും ഒരു മോശം സിനിമ ആയിരിക്കില്ല. ഞാൻ പല ഫിലിം സെറ്റുകളിലും പോയിട്ടുണ്ട്, പക്ഷേ ആഡ്ലിനെ പോലത്തെ ഫിലിം സെറ്റോ ആഡ്ലി പോലത്തെ ഡയറക്ടറുടെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഇനി പരിചയപ്പെടുകയും വേണ്ട അല്ലേ? എടാ തൊമ്മി, നീ പടത്തിലുണ്ട് ഉണ്ടാ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? നീ എന്തെങ്കിലും ചെയ്യാ. അപ്പൊ ഞാനെന്ത് ചെയ്ത് ആറ്റമ്മൂല അങ്ങാട് തൊമ്മി ഞങ്ങൾ ഹോംലി മിൽസ് സമയം മുതൽ ഇവന് തൊമ്മിനെ സംബന്ധിച്ചിടത്തോളം തൊമ്മി എങ്ങനെ വർത്താനം പറയുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അറിയാം. കാരണം ഇവനെനിക്ക് പരിചയം ഉണ്ടായിട്ട് നേരത്തെ അറിയാം. ഇത് മോസസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകും. ഹോംലി മിൽസ് കണ്ട ആൾക്കാർക്കാണെങ്കിൽ അതിൽ ശർമാജി ചെയ്ത ക്യാരക്ടറിന്റെ ഒറിജിനൽ ആള് മോസാണ്. മോസ് അത്യാവശ്യം ഒരു ഡോണായിരുന്നു. ഇപ്പൊ കൊച്ചുങ്ങളുണ്ടായ ശേഷം പോയി തീർന്നു. ഇപ്പൊ അത് സാധാരണ പാലാരിട്ടത്തുള്ള ഒരാളായി പോയി. പണ്ട് കുറച്ച് നല്ലതായിരുന്നു, വൺസ് അപ്പോൺ എ ടൈം പെട്ടാ. അപ്പൊ അതുകൊണ്ട് പക്ഷെ മോസ് ഇപ്പൊ അഭിനയിച്ച് പഴയ ഇപ്പം ആൻഡപ്പനിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിരുന്നു. മോസ് നിന്റെ അഭിപ്രായം പറ. എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചില്ല. കാര്യം ആറ്റ്ലിയുടെ കൂടെ ഞാൻ ഒരു 20-25 വർഷമായി. ആറ്റ്ലി എന്ന് പണ്ട് ജീവൻ ടി വിയിൽ ഇൻട്രോൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ആ സമയത്ത് മുതൽ ആറ്റ്ലിയായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഇവന് എന്ത് പ്രൊജക്ട് തന്നാലും നമ്മളതിൽ ഓണം, ഫുൾ ഓണം. അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ കൂടുതൽ ഒരു വൈറസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇവൻ തരുന്ന ഒരു വൈറസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വേറെ ലെവലിൽ സാധനം കയറ്റി പറഞ്ഞു. അത് നമ്മുടെ സ്കീമല്ല, നീ മാറിപ്പോയി വേറെന്തോ സാധനത്തിലോട്ട് പോയി. കലേഷേട്ടന് നമ്മള് നേരത്തെ പരിചയം എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മള് ആൻഡപ്പനെ ഒരു 6 മാസം മുമ്പാണ് ഞാൻ കലേഷേട്ടനെ പരിചയപ്പെടുന്നത്. അങ്ങനെ കലേഷേട്ടൻ വേറൊരു ഫ്രണ്ട് വഴി വരുന്ന സാമേട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ കലേഷേട്ടൻ എന്തായിരുന്നു നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തപ്പോ തോന്നുന്നു? ഞാൻ ആൻഡപ്പനില് വന്നപ്പോ തന്നെ എനിക്ക്, അതായത് ഹോംലി മീൽസ് കണ്ടപ്പോ തൊട്ട് തന്നെ എനിക്ക് ആഡിലോട് ഫാൻ ആയിരുന്നു ഞാൻ. കാരണം ഇദ്ദേഹം ഒരു കിളി പോയ മനുഷ്യനാണ്. പക്ഷെ കിളി ബ്രോയാണ് ഇദ്ദേഹം. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. രാത്രി ഉറക്കാറില്ല ഞങ്ങൾ. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുന്നത് വെളുപ്പിന് ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേക്ക് പുള്ളി ഞങ്ങളെ വിടുന്നത്. ആ സമയത്ത് പുള്ളി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കിളി പോകും. പക്ഷേ ഓസം മാൻ, ഓസം. അല്ല അതുപോലെ എനിക്ക് തോന്നിയത് കലശട്ട് പറ സജിത് ആണെങ്കിൽ തന്നെ അവനെ വന്ന് നമ്മുടെ ഒപ്പം സഹകരിക്കുകയും ഭയങ്കര രസമായിട്ട് അവനും നമ്മുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അവൻ പെർഫോം ചെയ്ത് രസമായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുന്നു. എന്റെ കൂടെ ഇവരൊക്കെ കട്ടക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. കൂട്ടുകാരന്മാര് കട്ടക്ക് നേരത്തെ എന്തോ പറയാനായിരുന്നല്ലോ. അതല്ലേ സംഭവം. സാധാരണ ആഡ്ലിയുടെ ഇപ്പൊ ആൻഡപ്പിന് മുമ്പും ഒരുപാട് സിനിമകൾ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പെമ്പിളി ഒരുമ, അങ്ങനെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സിനിമകളൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റും റെക്കഗ്നൈസ് സിനിമകളാണ്. അപ്പൊ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ രാവിലെ വിളിക്കും, അവിടെ ക്യാമറ ഇരിപ്പുണ്ടോ ഷൂട്ട് ചെയ്യാൻ? ഞാൻ ചെന്നാ നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് നേരെ ആഡ്ലി ഒരു പെൺകുട്ടിയായിട്ട് വരുന്നു, ഓഫീസിൽ വരുന്നു. ആദ്യം എന്റെ ലൊക്കേഷൻ ഇരിക്കൂ, ക്യാമറ നോക്കൂ, പറയൂ തിരിയൂ. അപ്പം അടുത്ത ഷോട്ടില് ഡ്രസ്സില്ല. അപ്പൊ ക്യാമറമാൻ ഷട്ടൂർ എനിക്ക് തരുക, മനസ്സിലായി, അടുത്ത ഷോട്ടിലേക്ക് വേണ്ടി. അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് ആഡ്ലി. അതില് ഏറ്റവും ബെറ്റർ പ്രൊഡക്ഷൻ ചെയ്ത സിനിമയാണ് ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തി. സംഭവം എന്നെ വെച്ചിട്ട് പറഞ്ഞത് ഈ പ്രാവശ്യം ലൊക്കേഷനിൽ ഫുഡുണ്ട്. സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തുവാ ചോറ്റുപാത്രത്തിൽ ഫുഡ് കൊണ്ടുപോകാം, മനസ്സിലായില്ലേ? പിന്നെ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്വന്തം വണ്ടി വേണ്ട, ഇന്നോവ ഉണ്ട്. അതായത് സാധാരണ നമ്മൾ വണ്ടിക്കകത്ത് പോകണം, മനസ്സിലായില്ലേ? പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ക്യാമറ ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ ക്യാമറ ഇല്ല. സാധാരണ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ക്യാമറ ഫ്രീ ആകുമ്പോഴാണ് പടം പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഈ ഫുഡ് ക്യാമറ വണ്ടി അല്ല, സാധാരണ ഇവനൊക്കെ ഇവിടെ ഞങ്ങളൊരു ഇവൻ എനിക്ക് മേടിച്ചു തരും. സാധാരണ നമ്മള് നമുക്ക് ഫസ്റ്റിലെ വരുമ്പോ തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അഡീഷണൽ എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയും. പക്ഷെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മോസ് ഭയങ്കര മാനേജ്മെന്റിൽ പോലെയാ. അപ്പം ഒരു ദിവസം നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് മീൻ വറുത്തത് പറഞ്ഞിട്ടുണ്ടേ അപ്പുറത്തെ ഈ ആൻഡപ്പനില്. അപ്പൊ മോസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴേക്കും 30 പേരുണ്ടെങ്കിൽ 20 പേർക്കുള്ള മീൻ വറുത്തുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ടെൻഷനായി പോയി. അഭിനയിച്ചോട്ടെ, എടാ 20 പേർക്കുള്ള മീൻ വറുത്തുള്ളൂ, എന്ത് ചെയ്യും? കാരണം ആ കടയിലെല്ലാം മീൻ വറുത്തതും തീർന്നു. അപ്പം ഇത്തരം സിറ്റുവേഷൻ മോസസ് ഹാൻഡിൽ ചെയ്യാനുള്ള ബ്രില്യന്റ്. മോസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ മീൻ വറുത്തെല്ലാം പൊടിച്ചിട്ട് അപ്പൊ നോക്കുമ്പോ ആൾക്കാർക്ക് ഇത്ര മീൻവൃത്തന്നെ ഉള്ളൂ, കാണാൻ പറ്റില്ലല്ലോ ആൾക്കാരെടുത്ത്. അങ്ങനെ ബ്രില്യന്റ് ആണ് മോസസ്. അതിനു മുമ്പ് ഞാൻ ആ കടയിൽ പോയി കഴിച്ചായിരുന്നു. ഞാൻ കഴിച്ചിട്ട് ബാക്കിയാണ് കിട്ടിയത്. മീൻ പൊടിപ്പിക്കാന്നാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ മോസ്. അതായത് ഞങ്ങൾക്കൊരു കല്യാണ സീൻ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പം കല്യാണത്തലേന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പേരെ സംഘടിപ്പിക്കണം. അത് പ്രാക്ടിക്കൽ അല്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര
ഹാർഡ് വർക്ക് അത്. അപ്പൊ ഞാൻ പറഞ്ഞു മോശം നമുക്ക് ഇങ്ങനെ കല്യാണ തലേന്ന് ഷൂട്ട് ചെയ്യണം, ഞാൻ കൊമ്പ് വെച്ചെന്ന് പറഞ്ഞ മോൻ പറഞ്ഞ സീൻ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം. അപ്പൊ മോശന്റെ ഐഡിയ ആണ് പൈപ്പിന്റെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് മോശം പോട്ടിക്കറി വെച്ചു. നമ്മൾ കല്യാണ തലേന്ന് വെക്കണ പോട്ടിക്കറി വലിയ കലത്തിൽ വെപ്പിച്ചു. എന്നിട്ട് ആ ഏരിയയിലെ ആൾക്കാർ മുഴുവൻ പോട്ടിക്കറി കഴിക്കാൻ വേണ്ടി വന്നു. 100-300 പേര് പോട്ടിക്കറി കഴിക്കാൻ വേണ്ടി വന്നു. കല്യാണ സെറ്റ് കൊണ്ട് ഷൂട്ടും ചെയ്തു. കല്യാണത്തിന്റെ തലേദിവസം സാധാരണ നോർമലി നമ്മൾ പന്തലൊക്കെ ഇട്ട് ഒരു വീട് സെറ്റ് ചെയ്തേക്കാണ്. പക്ഷെ ഇത്രയും ക്രൗഡ് വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളത് ഇവന് ക്രൗഡ് വിളിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കൂല. കാരണം എന്ന് വെച്ചാൽ ചെറിയ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞു എന്ത് മോശം എന്താ മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ഓക്കെ, അത് ഞാൻ ചെയ്തോളാം, അതെല്ലാം നീ പ്രശ്നമില്ല, നീ പോട്ടിക്കറി ഉണ്ടാക്കണം, ബാക്കി ഞാൻ എത്തുന്നുണ്ട്. പന്തലിട്ട് ലൈറ്റ് ഒക്കെ ഫുൾ സെറ്റ് ചെയ്തു. പക്ഷെ അന്നത്തെ ദിവസമാണ് ബിഗ് ബഡ്ജറ്റിൽ നടന്നത്. പക്ഷെ ഇത്ര നാളെ ചെയ്തതില് ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നത് എന്തോരം ആർട്ടിസ്റ്റ് ആയിരുന്നെന്ന് അറിയോ. അതിൽ വന്നവർക്ക് എല്ലാവർക്കും ഡയലോഗും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അവര് സന്തോഷിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ വീടുകളിൽ ചെന്ന് ഞാൻ പറഞ്ഞു, കാര്യം മറച്ച് മുട്ടി വീടാണ് അവിടെ. അവരോട് പറഞ്ഞ ചേച്ചി വൈകുന്നേരം നമ്മുടെ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ കുടുംബമായിട്ട് ഫാമിലി എല്ലാവരുമായിട്ട് വരിക 7 മണിക്ക്. അപ്പൊ നിങ്ങൾക്ക് വയറ് നിറച്ച് പൊട്ടിക്കറിയും ചോറും എല്ലാം ഉണ്ട് അവിടെ. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആവശ്യം ആവശ്യം ഉണ്ടായില്ല അവിടെ. അവർക്ക് പൈസയും കൊടുത്തില്ല, ഫുഡ് കൊടുത്തു. അല്ല അവര് ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അവരുടെ ഷൂട്ടിംഗ് ഇതുവരെ സംഭവിച്ചിട്ടില്ല അവിടെ. അവര് ഷൂട്ടിംഗ് കാണാം, അവർക്ക് അതിലൊരു ഭാഗമാവും. ആർട്ടിസ്റ്റൊക്കെ എന്തോരാണ് അതിൽ എത്ര പേർക്ക് ഡയലോഗ് കൊടുത്തു. അതാ സിനിമ അത് അങ്ങനത്തെ ബ്രില്യൻസ് മോസിന് മാത്രമേ ഉള്ളൂ. മോസ് അപ്പൊ അത് അറേഞ്ച് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. അവര് അത് എവിടെയാണ്? അത് നായരമ്പലം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു വീട്ടില് ഫുള്ള് സെറ്റ് ചെയ്ത് ഇത്ര ആൾക്കാർ കഴിക്കാൻ വേണ്ടി വന്നു. ഒരു കല്യാണത്തലേത് എന്തോരം പേരുണ്ടാവും, അത്ര ആൾക്കാർ. അവർക്ക് ഷൂട്ടിംഗ് കാണുന്നില്ല, അവര് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും വന്ന് പോട്ടിക്കറി കഴിക്കുന്നു, ഇതിനിടയിൽ ക്യാമറ വെക്കുന്നു, മുടിഞ്ഞവര് ഒരു 100-150 ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അവരെയൊക്കെ മാനേജ് ചെയ്തില്ല നമ്മ. അവരെ തന്നെ മാനേജ് ചെയ്തു. അതങ്ങനെ പോയി. അത് ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് അത്. അതേപോലെ ആർട്ടിയുടെ മിക്ക സിനിമയിലും നമ്മളെന്ന് വെച്ചാല് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാറില്ല, ഓഡീഷൻ നടത്താറില്ല. കാരണം മോശം ഇന്നോലെ സെറ്റ് ഇവിടെയാണ്, നമുക്കവിടെ 10 പേരെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓഡീഷൻ നടത്തി കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരെ വെക്കണത്. ആന്റിയുടെ ഇവിടുത്തെ അങ്ങനെ ഇല്ല. 10 പേരെ വരുന്ന പറയുമ്പോഴേക്കും നമ്മൾ 20 പേരെ കൊണ്ടുവരും. 20 പേരെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിപ്പോ അമേരിക്കയിൽ പോയിട്ട് ഒരു 20 പേരെ വേണമെന്ന് പറഞ്ഞാൽ പൈസ 2 ദിവസം സംഘടിപ്പിച്ചു. ലാംഗ്വേജ് അറിയുന്നില്ല. മോസസിനെ സംബന്ധിച്ചിടത്തോളം മോസസ് വേറെ ആ കാര്യത്തിൽ നമുക്ക്, ഞങ്ങൾ പണ്ട് തമിഴ്നാട്ടില് ഇപ്പോഴല്ല 10-15 വർഷം മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടില് ലോയ് സാറിന്റെ ചക്രത്തിന്റെ ലൊക്കേഷനിൽ പോയി. തിരിച്ചു വന്ന വഴിക്ക് ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് വണ്ടി നിർത്തി. അപ്പൊ അവിടെ അകത്തിരിക്കുന്ന പറഞ്ഞ കള്ള് കിട്ടിയതല്ലായിരിക്കുന്നു രാത്രി. അന്ന് ഗാന്ധിജയന്തിയാണ്. ഈ നിർത്തിയേക്കുന്ന സ്ഥലം ഭൂമിയിലാണോ സ്പേസിലാണോ എന്ന് അറിയാത്ത പോലത്തെ ഒരു ഭയങ്കര മോശം ഇപ്പോരാന്ന് പറഞ്ഞു പോയി. ഞാൻ വിരിച്ചപ്പോ പോയിന്ന് 20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഫുള്ള് കള്ളായിട്ട് മോശം. അത് എവിടെ നിന്ന് സംഘടിപ്പിച്ചെന്നാ എങ്ങനെയാണെന്നും അറിയത്തില്ല. അങ്ങനെ ഒരു വണ്ടർ ടാലന്റ് ഉള്ളവരെ ആന്റപ്പൻ പുള്ളിയിലാക്കണ്ടിരുന്നില്ല. എല്ലാ സാധനവും പുള്ളി സെറ്റ് ചെയ്ത് തരും. കള്ള് അതിന് ഇത് അല്ല ആറ്റ്ലി പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഇത് ക്യാരക്ടറിനെ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ വെച്ചിട്ടുള്ള പരിപാടികൾ ഈസി ആയിട്ട് ചെയ്യും പുള്ളി. ഞാനൊക്കെ അതല്ലേ ഇത് കൂട്ടിലെ കോഴിനെ പോലെ നിൽക്കണത്. എല്ലാ പടത്തിലും നമ്മളുണ്ട്. അത് സത്യമുണ്ടോ? തൊമ്മിച്ചനും ഇവരും സജിദും എന്ന് വെച്ചാൽ എന്റെ സേവിങ് ആർട്ടിസ്റ്റാ. അവൻ എന്തായാലും നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇവര് അഭിനയിക്കും, പക്ഷെ മറ്റോ കുറച്ച് പ്രൊഫഷണൽ ആണല്ലോ. അപ്പൊ സജിദിനെ വിളിച്ചത് സജിദ് ഓക്കെയാണ് അത് വർക്കാന്ന് പറയാ. സജിദിന്റെ മെയിൻ വാക്കാണ് എന്ത് പറയുന്നത്, അത് വർക്കാ എന്ന് പറഞ്ഞാൽ അവൻ അതില്ലാണ്ട് അവൻ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കലേഷേട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തില് പണി അറിയാവുന്ന ഒരേ ഒരു വർക്ക്ഷോപ്പിൽ പണിക്കാരൻ. കലേഷേട്ടൻ സംസാരിക്കുന്നത്. പിന്നെ ആഡ്ലി സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ വഴിയിൽ കൂടെ പോകുവാണെങ്കിൽ അയാളെ വിളിച്ച് അഭിനയിപ്പിക്കും. ഇന്ന ആള് വേണമെന്നില്ല. അഭിനയിപ്പിക്കുന്നത് മാത്രമല്ല അവർക്ക് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ റെക്കഗ്നൈസേഷനും വാങ്ങിച്ചു കൊടുക്കും. അത് പറയും. ഇത് ചെയ്യുമ്പോഴത്തേക്കും പറയും. ഇപ്പൊ കഴിഞ്ഞ പെമ്പിളവരുമയിൽ ആ പെൺകുട്ടിയോട് ചെയ്യുമ്പോ നിനക്ക് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഉറപ്പാ. അത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. ബെന്നിലും അങ്ങനെ തന്നെയായിരുന്നല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു നാഷണൽ അവാർഡ് വിന്നിംഗ് ഫിലിം. കൂടെ അഭിനയിക്കുന്നവർക്കും കിട്ടും. അല്ല ഇത്തോട് മുമ്പ് പറഞ്ഞേ ഇത്തവണ നീ ആന്റപ്പന് കപ്പിലാണ്. അവിടെ കപ്പ് വേണ്ട, നമുക്ക് ഇത്തവണ നമുക്ക് കുറച്ചുപേര് കണ്ടാ മതി. ആന്റപ്പന് കപ്പ് വേണ്ട. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർക്ക് തന്നെ നേരത്തെ പടം പൊൻപൊളിയൊരു ചെയ്തിട്ടുണ്ട്. അതൊരു കപ്പ് കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ കപ്പ് അല്ല ഞാൻ പറഞ്ഞ ഈ പടത്തിനെങ്കിലും കപ്പ് വേണ്ട, നമുക്ക് ആൾക്കാർ കണ്ടാൽ മതി. അതുകൊണ്ട് കുറച്ച് തമാശയൊക്കെ ആഡ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്റർടൈനർ ആയിട്ട് ചെയ്തേക്കണേ. മറ്റൊരു അവാർഡ് പരിപാടി അത് പിടിച്ചിട്ടേ ഇല്ല. അപ്പൊ അതാണ് എനിക്ക് തന്നെ ഡിഫറൻസ് തോന്നിയത്. മറ്റേലൊക്കെ ഹോംലി മീൻസ് എന്റർടൈനർ ആയിരുന്നു. പക്ഷെ ബെൻ കുറച്ച് മറ്റേ വേറൊരു ടൈപ്പ് പടമാണ്. മ്യൂസിക്കൽ ചെയർ തനി മറ്റേ ഗപ്പാണ് പറഞ്ഞ പോലെ.
പൊമ്പിളൊരുമയും ഗപ്പാണ്. അപ്പൊ അത് ഗപ്പല്ലാത്തൊരു പടം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഫാൻസുകാർ പെട്ടെന്ന് കണ്ടോട്ടാ 2 ദിവസത്തിനുള്ളിൽ പടം മാറും. അതന്നെ അത് മറ്റേ നമ്മളല്ലേ പറഞ്ഞത്. അതല്ല ഇപ്പൊ നിങ്ങൾ ഈ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ ഇതൊരിക്കലും അങ്ങനെ ഒരു സിനിമയല്ല. ഇത് അദ്ദേഹത്തിന്റെ വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ടീവ് സിനിമയാണ് ആക്ച്വലി ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ. നിങ്ങൾ പൊമ്പിളരുമ്പ് കണ്ട കുറെ ആളുകൾ, ഞാൻ ആ സിനിമയിൽ വളരെ ചെറിയ റോൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ എത്ര ആൾ എന്നെ ഭയങ്കര രസമുണ്ടായ സിനിമ. ആ സിനിമ ഒരു OTT പ്ലാറ്റ്ഫോമിലുണ്ട്, പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതുപോലെ ആഡ്ലിയുടെ മ്യൂസിക്കൽ ചെയർ ആ സമയത്ത് IFFK ബെസ്റ്റ് ഡയറക്ടർ ആയിരുന്നു അല്ലെ, ദിവ്യ ആഡ്ലി ആയിരുന്നു. ഇല്ലെങ്കിൽ ബെൻ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡുകളും വാങ്ങിക്കൂട്ടിയ സിനിമയായിരുന്നു. ഇത് അങ്ങനെ ഒതുങ്ങി പോകരുത്, നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ സിനിമാ പ്രാന്തിന്റെ ഓഫീസിൽ വരാറുണ്ട്. അവരൊന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സിനിമ ചെയ്യണം, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ബാരിയറും ഇല്ലാതെ, ഒരു ഫോർമാറ്റും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ മുണ്ടും മടക്കി നിന്ന് നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അത് മലയാള സിനിമയിൽ ആഡ്ലി മാത്രമേ ഉള്ളൂ. അയാൾക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം നിങ്ങൾ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ചിലപ്പം ഇപ്പൊ ഫൺ ആ ലെവലിലാണ് അവർ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ഇന്ന് ആൾക്കാർ സംസാരിക്കേണ്ട ഒരു വിഷയത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഇപ്പം നിങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്ത് പുള്ളി പറയുന്ന പല കാര്യങ്ങളാണ്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇതുപോലുള്ള ഇൻഡിപെൻഡന്റ് സിനിമകളെ വിജയിപ്പിക്കുക. എന്നാലും ഇതുപോലത്തെ ആഡ്ലിമാർ ഇനി ഉണ്ടാകത്തുള്ളൂ. സബ്ജക്ട് വൈസ് ഇതിനൊരു നമ്മള് വേറൊരു പരിപാടി ഉണ്ട്. കാരണം നമ്മൾ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിഫറെന്റ് പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ നമുക്ക് സെൻസർ ബോർഡ് സെൻസർ തന്നില്ലായിരുന്നു. ആക്ച്വലി നമ്മളൊരു കുറെ 4-5 മാസത്തോളം ഇവിടെ നമ്മൾ നോക്കി, നമുക്ക് ഇവിടെ സെൻസർ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ സെന്ററിലേക്ക് അയച്ചിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് സെൻസർ കിട്ടിയത്. കോമഡി മാത്രമല്ലല്ലോ ഈ ഫിലിം. അല്ലല്ല, ഇത് ബേസിക്കലി കോമഡി എന്ന് പറഞ്ഞാല് കോമഡി ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കോമഡി. ബേസിക്കലി ഇതൊരു സീരിയസ് ഫിലിം തന്നെയാണ്, പക്ഷെ പാക്ഡ് ഇൻ ഫൺ എന്നുള്ളതാണ്. അപ്പം ഞാൻ ആലോചിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ ഫണ്ണാണ് ആക്ച്വലി. അപ്പോൾ അത് ഒരു എന്താ പറയാ, അതിൻ്റെ അകത്ത് പറയുന്ന സബ്ജക്റ്റ് ഒരു ബൈബിൾ ബേസ്ഡ്, ബൈബിൾ ഇൻ 2026 എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. ആണത്. അപ്പൊ അതിനകത്ത് പറയുന്ന റിയൽ ബൈബിളും ഇപ്പം നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ സിനിമയിൽ. അപ്പൊ അത് നമ്മൾ ഫണ്ണായിട്ട് പറഞ്ഞേക്കണം. കാരണം അതൊരു ടഫ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. അപ്പൊ നമ്മളതിനൊരു എന്റർടൈനർ ആയിട്ടാണ് പറഞ്ഞേക്കണേ. മാത്രമല്ല അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോംലി മീൽസിൽ കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എലമെന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അതിന്റെ ഒരു PK ലൈനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അതിന്റെ കുറച്ചുകൂടി ഡീപ്പാണിത്. ക്രിസ്ത്യൻ ഫണ്ണാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ് ട്രൈ ചെയ്തേക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെൻസറിന് A സർട്ടിഫിക്കറ്റ് ആണ് തന്നത്. ഇതിനകത്ത് ഇതൊന്നുമില്ല, പെണ്ണുങ്ങൾ പോലും വളരെ കുറവാ. പിന്നെ എനിക്ക് രസം എന്ന് വെച്ചാൽ മോസസിന്റെ കോമഡി A സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ ബോംബെ പോയത് പരിപാടിയാണ്. അപ്പൊ ബോംബെയിൽ പോയി സെൻസർ കഴിഞ്ഞപ്പോ മോസസിന് സിനിമയെ പറ്റി വലിയ പിടിപാടത്തില്ലല്ലോ. സെൻസർ A എന്ന് പറഞ്ഞ ഉടനെ മോസ് നേരെ എന്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് എടാ A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് അപ്പൊ നമ്മളിന്റെ പീസ് ഷൂട്ട് ചെയ്യണോ അല്ലേ? ഗവൺമെന്റ് ആണല്ലോ ഇത് തീരുമാനിക്കണത്. നിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നീ യേശു ക്രിസ്തുവിന്റെ റോളാ ചെയ്യണേ. ഇനിയിപ്പോ ഇവന്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ ടെൻഷനായി പോയി മോസ്. ഞാൻ സന്തോഷിക്കാൻ കാര്യം വെച്ചാല് ഞാൻ ചെയ്തിരിക്കുന്ന ഇരിക്കുമ്പോൾ പടത്തിലൊക്കെ നല്ല നല്ല സീനുകൾ എനിക്ക് തന്നേക്കണം. ഇനി അതും പ്രതീക്ഷിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. വിചാരിച്ചത് സർട്ടിഫിക്കറ്റ് അവര് നമ്മള് പീസ് ഷൂട്ട് ചെയ്ത് കയറ്റണം ബോസ് വിചാരിച്ച്. അത് അങ്ങനെ ഞങ്ങൾ ബോംബെയിൽ ഞാൻ ആദ്യമായിട്ട് ബോംബെ പോകുന്നത് എന്റെ സെൻസറിന്, അതിന് ഞാൻ പോയിട്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു. അപ്പൊ സെൻസർ എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മളൊരു വളരെ വളരെ ബോൾഡായിട്ടൊരു കാര്യം പറഞ്ഞേക്കണേ. പൊതുവെ ആൾക്കാർ ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത, എനിക്ക് തോന്നണില്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയാനായിട്ട് വേറെ ആരും പുറത്തോ അല്ലെങ്കിൽ ഇവിടെയോ ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പോസ്റ്ററിൽ ഒരു ഇതുണ്ടായിരുന്നു, ലാസ്റ്റ് സപ്പർ, ആ ഒരു സംഭവം അതിനകത്ത് ഉള്ള. അതെ ഓഫ് കോഴ്സ് അത് മറ്റേ ലാസ്റ്റ് സപ്പറിനെ സംബന്ധിച്ചിടത്തോളം അത് ബേസിക്കലി ബൈബിള് നമ്മൾ ഇപ്പോഴത്തെ കാലം 10-350 പേര് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. കാരണം ഹോൾ ബൈബിള് നമ്മൾ വേറൊരു രീതിയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ അതിന്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, അത്രയും ഇപ്പം കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ ഇവര് ശിഷ്യന്മാര് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സഹിതം. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സും റീക്രിയേറ്റ് ചെയ്തെടുത്ത് ലാസ്റ്റ് ഇയാള് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രാന്തന്റെ കഥയാണല്ലോ. അപ്പൊ ലാസ്റ്റ് ഇയാള് ക്രൈസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ എന്താണ് ആ കഥ മുന്നോട്ട്, അതാണ് അതിന്റെ ഒരു പരിപാടി.
അപ്പം അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ബൈബിളിലുള്ള പല സീക്വൻസുകൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു വലിപ്പം നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് ഷൂട്ട് ചെയ്യേണ്ട വന്നൊരു കാര്യമുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര പണ്ട് മുതലേ ഞാൻ ശങ്കറിന്റെ വലിയ ഫാനാണ്. അപ്പൊ എനിക്കൊരു വലിയ പടം എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വലിയ പടം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ മറ്റവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഇത്തവണ നമ്മൾ തന്നെ ഫുഡ് കൊടുത്ത് ശങ്കറാക്കാം എന്നൊരു രീതിയിൽ നമ്മൾ കുറച്ച് വലിപ്പത്തിൽ കുറച്ച് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ലാർജ് സ്കെയിലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അതെ, അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റർ എല്ലാരും വെച്ച ഒരു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പടം എങ്ങനെ ഒരു വലിപ്പത്തിൽ എടുക്കാന്നുള്ളതിനുള്ള പരിപാടി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് വൈസും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നമ്മൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് കട്ടായി പോകും. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിന് നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ ഇത്ര കുഴപ്പമില്ല കേട്ടോ, വലിയ തെറ്റില്ല, പണ്ടാൽ സമാധാനമായിട്ടുള്ളൊരു ഇത് വന്നത്. സാധാരണ ആഡ്ലി സിനിമകൾ മ്യൂസിക് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനോ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ആയിരിക്കും. ഇതില് പുള്ളി തന്നെ ലിറിക്സ് എഴുതി, പുള്ളി തന്നെ പാടി, പുള്ളി തന്നെ അഭിനയിച്ച് പുള്ളി ഇറക്കും. പക്ഷെ ഈ പ്രാവശ്യം ഗോപി സുന്ദറാണ് എന്റെ മ്യൂസിക് ഡയറക്ടർ. ആ എക്സ്പീരിയൻസ് ഒന്ന് അറിയണമല്ലോ. അതായത് ഗോപിച്ചേട്ടൻ ആക്ച്വലി ഞാൻ ഈ പടം ഗോപിച്ചേട്ടൻ്റെ അടുത്ത് ഈ പടം തീർത്തിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടൻ്റെ അടുത്ത് തരണം. അപ്പൊ ഗോപിച്ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗോപിച്ചേട്ടൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ്. നമുക്ക് അതിലുള്ള ഗോപിച്ചേട്ടൻ ഭയങ്കര അഫോർഡബിൾ അല്ല. പക്ഷെ പുള്ളി പടം ചേട്ടൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ മതി പറഞ്ഞു. വെറുതെ അതായത് ബേസിക്കലി നമ്മൾ രാവിലെ ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ പുതിയ ഒരാളെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ട് ഒരു ഞാനൊരു മ്യൂസിക്കൽ ചേർത്ത് അപ്പൊ ഞാൻ പുതിയൊരു പ്രോഗ്രാമർ ചെയ്യിക്കാന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി. അപ്പൊ അയാള് അവനും പറഞ്ഞ് രാവിലെ 6 മണിക്ക് എത്ര എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേക്ക് ഉച്ചയാവും പൊതുവെ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വൈകിപ്പോയപ്പോ പെട്ടെന്ന് ടെൻഷനായി പോയി. ആ മ്യൂസിക് ഡയറക്ടർ പോകും. അപ്പൊ ആരെ വിളിക്കും, മറ്റത് പുതിയ ആളാണ്. അപ്പൊ പെട്ടെന്ന് ഗോപിച്ചേട്ടൻ വെറുതെ വിളിച്ചാ, ഗോപിച്ചേട്ടൻ ഒരു പടം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നത്, ഗോപിച്ചേട്ടൻ എന്താ വാന്ന് പറഞ്ഞു. പടം ഇട്ട് കണ്ടോടെ ഗോപിച്ചേട്ടൻ ഹാപ്പി ആയിപ്പോയി. ഗോപിച്ചേട്ടൻ പറഞ്ഞ് എടാ ഇത് സൂപ്പറാണ് പറഞ്ഞു. അങ്ങനെ ഗോപിച്ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഞാൻ വിടണ, ഇത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലായിരിക്കുമല്ലേ എന്ന് തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് ഗോപിച്ചേട്ടൻ സ്കോർ ചെയ്ത് തന്നത്. ഗോപിച്ചേട്ടൻ പെരപ്പുറത്ത് കയറ്റി എന്നുള്ളതാണ്. ഗോപിച്ചേട്ടന്റെ സ്കോർ ഗോപിച്ചേട്ടൻ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സൗണ്ട് ഡിസൈൻ, മറ്റേ എന്താ പറയണത്, ഒരു വലിപ്പം. നമ്മൾ പണ്ട് വലിയ പടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര മാസ് പടങ്ങൾ കാണുമ്പോൾ ഒരു മ്യൂസിക് സ്കോറുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്കോർ ഇപ്പൊ കാണാറില്ല, ഇപ്പൊ കുറച്ച് ക്ലാസി ആയിട്ടാണ് ചെയ്യാറ്. അപ്പൊ തനി തെലുങ്കോടെ പോലെ അല്ലെങ്കിൽ ഭയങ്കര ബിഗ് ക്യാൻവാസ് തോന്നിക്കുന്ന പോലത്തെ സ്കോർ ആണെന്ന് എൻ്റെ ഐഡിയ. അപ്പോൾ ഗോപിച്ചേട്ടോട് ഞാൻ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണോ ഞാൻ പറഞ്ഞു കൊടുത്തത്, ഗോപിച്ചേട്ട അതിനൊരു 10 ഇരട്ടി മുകളിൽ എനിക്ക് ചെയ്ത് അതിന് വലിപ്പം ഉണ്ടാക്കി തന്നു. അപ്പോൾ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തതിനേക്കാൾ ഒരു 10 ടൈംസ് വലിപ്പം സ്കോറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്. നമ്മളിപ്പോൾ റഹ്മാൻ്റെ സ്കോർ കേൾക്കുന്നു, അപ്പോൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗോപിച്ചേട്ടൻ എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം പുള്ളി അതിൻ്റെ മുകളിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പടത്തിന്റെ ബലം എന്ന് പറഞ്ഞാൽ ഗോപിച്ചേട്ടൻ്റെ സ്കോർ 95% ഈ പടത്തിനെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര എൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഗോപിച്ചേട്ടൻ പൊളിച്ചടിക്കളഞ്ഞു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പറഞ്ഞ പോലെ. മാത്രമല്ല എനിക്കും ഞാൻ ഇതുവരെ മുമ്പ് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, ആരുടെ നമ്മൾ തന്നെ ചെയ്തിരുന്ന പരിപാടിയല്ല, സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യണം. അപ്പൊ വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോഴുള്ള ഗോപിച്ചേട്ടനെ പോലെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ഗോപിച്ചേട്ടൻ നമുക്ക് ഈ മാതിരി ലെവലിൽ കയറ്റി തന്നെ എന്നുള്ള സാധനം ഉണ്ട്. ആ കയറ്റി തന്നെ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ശിവാജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രജനീകാന്തിന്റെ എന്റെ സ്കോർ ഭയങ്കര ഇഷ്ടം എനിക്ക്. അതിൽ എന്തിന്റെ സ്കോർ എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് ശങ്കറിനെ പുച്ഛിക്കുന്നുണ്ടായിരുന്നു. ശങ്കറിനെ പുച്ഛിച്ചിട്ടില്ല, ഇല്ലില്ല. ശങ്കർജി ഫാൻ ഇന്ത്യൻ 2 ചിലപ്പോ ചെറുതായിട്ട് പുച്ഛിച്ചിട്ടുണ്ടാവും. പക്ഷെ ശങ്കർജി കഴിഞ്ഞ ചെറുതായിട്ട് പുച്ഛിച്ചു പോയി. പക്ഷെ അതല്ല, മറ്റത് ഭയങ്കര ഫാൻ. ഞാനാണെങ്കിൽ ശിവാജിയുടെ സ്കോർ കേട്ടിട്ടാണ് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യണത് തന്നെ. ഹെഡ്സെറ്റിൽ അത് വെക്കും, മൂക്കും ഷൂട്ട് ചെയ്യും. അപ്പൊ എനിക്കാണെങ്കിൽ ഇത്ര ഇഷ്ടമുള്ളൊരു സാധനം വരില്ല. അപ്പൊ ആ വലിപ്പത്തിൽ ചെയ്യാൻ പറഞ്ഞപ്പം ഗോപിച്ചേട്ടൻ അതേ വലിപ്പത്തിൽ എനിക്ക് സ്കോർ ചെയ്ത് തന്നു. അതുകൊണ്ട് നീ പറഞ്ഞ കറക്റ്റാ, ഗോപിച്ചേട്ടനാണ് നമ്മുടെ പടത്തിന്റെ ഐശ്വര്യം. ഓരോ സീൻ കഴിയുമ്പോഴും ശങ്കർ ഫ്രെയിമാണ്. ഇത് ശങ്കറാണ്. ഇത് തന്നെയായിരുന്നു ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ, മരട ഫാനാണ്. അപ്പൊ എനിക്ക് ഞാൻ അന്യൻ, മറ്റേ നമ്മുടെ ശിവാജിയാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ 10-20 തവണയൊന്നും ശിവാജി കണ്ടിട്ടുണ്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് അതിൻ്റെ. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുക ആ വലിപ്പം നമുക്ക് ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ആവും, പക്ഷെ ആ ഫീല് കൊടുക്കാൻ പറ്റുക. ആ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മറ്റവര് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ക്യാൻവാസ് ഭയങ്കര വലുതാണ്. അപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സ് കൂട്ടി
ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിന് വലിപ്പം തോന്നും നമ്മൾ. മറ്റേത് നമ്മൾ അത്രയും വലിപ്പത്തിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. അതിപ്പോൾ നമുക്ക് അത്രയും ബാക്ക്ഗ്രൗണ്ടും മറ്റേ പരിപാടിയൊക്കെ ഡെപ്ത് വരെ നമുക്ക് കുറേ ആൾക്കാരും കുറേ സംഭവങ്ങളും നമ്മൾ കൂട്ടി. അപ്പോൾ അതിനോട് ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഹാഫിലാണ് ആ വലിപ്പം തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ ക്യാരക്ടർ ഇൻട്രഡക്ഷൻസ് മാത്രമേ ഉള്ളൂ, അവരെ പരിചയപ്പെടുത്തലാണ് ഫസ്റ്റ് ഹാഫിൻ്റെ പരിപാടി. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആ മുതൽവൻ അങ്ങനത്തെ അതിനകത്തൊരു ഇന്റർവ്യൂ പോലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അതിനകത്തൊരു ഒരു വലിപ്പം ഉണ്ടായിരിക്കണം സെക്കൻഡ് ഹാഫിലാണ്. ഏകദേശം 400-450 പേരെങ്കിലും ഇതിനകത്ത് ഓൾമോസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അല്ലേ? ഡബ് ചെയ്ത് തന്നെ നമ്മൾ 300-350 പേര് തന്നെ ഡബ് ചെയ്തിട്ട് അവർക്ക് തന്നെ ബാക്കി 100 പേർക്ക് എക്സ്ട്രാ ഡബ് ചെയ്യും. പക്ഷെ ഇത്രയും ആളുകളെ ഇത് കറക്റ്റ് ടൈമിന് നമുക്ക് കിട്ടി അല്ലേ? ഓരോ സമയത്തും അത് മോസസ് ചേട്ടന്റെ ബുദ്ധി. ആ അതെ അതെ. കാരണം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള എല്ലാവരും വന്ന് അഭിനയിച്ചു. എന്റെ മൊബൈലിൽ ഇനി ഈ സിനിമയിൽ അഭിനയിക്കാത്ത ആൾക്കാരുടെ നമ്പർ ഇല്ല. എന്റെ മൊബൈലിൽ ആരുടെയൊക്കെ നമ്പർ ഉണ്ട്, അവരെല്ലാം ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളിത് ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ വിളിച്ചോട്ടെ ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ക്യാരക്ടർ ഇതാരാ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേര് പോലും അറിയില്ല. ഞാൻ അവിടെ പോയി തപ്പിപ്പിക്കും. കാരണം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും പറ്റിയില്ല. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഫോട്ടോസ് അയച്ചു ഇയാളാരാ. അപ്പൊ ഞാൻ പറയും എനിക്ക് യാതൊരു പരിചയമില്ല ആ ലൊക്കേഷൻ. ഡബിങ് ഒരു ചടങ്ങായിരുന്നു, ഇത്രയും പേരെ ഡബ് ചെയ്യിക്കണ്ടേ. അപ്പൊ ഇവരൊക്കെ എവിടെയാണെന്നും കൂടി അറിയാൻ പാടില്ല. അങ്ങനെ ഓരോരു വല്യമ്മനെയൊക്കെ എല്ലാവർക്കും ഡയലോഗ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ മോസസിനോട് പറയും ആ റോട്ടിലുള്ള ചേട്ടന്മാരെ മുഴുവൻ വിളിച്ചിട്ട് വരാൻ പറയും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഓരോരുത്തർ ഡബിച്ച് അവരുടെ അടുത്ത് ചേട്ടാ ഇന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? ചേട്ടാ എനിക്കൊന്നും അറിയില്ല. അറിയാത്ത ആൾക്കാരെ വേണ്ട, അറിയുന്ന ആൾക്കാരെ നമുക്ക് വേണ്ട. അപ്പൊ എത്ര ആ മിഷയ്ക്ക് എന്ത് ഗുണാണ് മിഷയാണ്. പിന്നെ അതുകൂടാതെ വേറെ പ്രശ്നമാണ്. നേരത്തെ അനു ചോദിച്ച പോലെ എന്താ പോസ്റ്റർ തന്നെ ചോദിച്ചത്. ആ പോസ്റ്റർ ഭയങ്കര വിവാദമാകുന്ന സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാല് ഞങ്ങൾ അതിൽ പെട്ടിരിക്കുന്നത്. ആറ്റിലാണെങ്കിൽ വാഴക്കല്ലിലെ വീട്, അവിടുന്ന് പേടിച്ച് മച്ചാൻ വേറെ സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലം അതിന്റെ പള്ളിക്കെത്തൂല. സംഭവം വെച്ചാണ് നേരത്തെ ഞങ്ങൾ ഈ പോസ്റ്റർ ലാസപ്പർ നമ്മൾ ആദ്യം ഇറക്കിയപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അത് ഭയങ്കര നമ്മള് ആ പടത്തിന്റെ പോസ്റ്റർ എന്ന രീതിയിൽ വെറുതെ ഇറക്കിയതാ. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ സുനിൽ ജോർജ്, അവന് ഒരു ക്യാരക്ടറാണ് ഫാഷൻ ഷോ ചെയ്തിരുന്നു. അപ്പൊ ലാസപ്പറിനെ വെച്ചിട്ട് ഫാഷൻ ഷോ ആയിരുന്നു. അപ്പൊ ആ സീക്വൻസിനകത്ത് ഇവർക്ക് ആ ഡ്രസ് ഇടിച്ച് പിന്നെ ഇരുത്തിയതാ. അപ്പൊ സുനിൽ പറഞ്ഞു അറ്റ്ലീസ്റ്റ് വെരി നൈസ് ഇഫ് യു ഗൈസ് ലൈക്ക് ഒരു ലാസപ്പറിന്റെ ഫോട്ടോ എടുത്തപ്പോ ഞങ്ങൾ ലാസപ്പറിന്റെ ഫോട്ടോ എടുത്തിട്ട് പടം റിലീസ് ആവണല്ലേ. അപ്പൊ അതിക്കുമ്പോ പുള്ളിക്കാൻ താടിയൊക്കെ വളർത്തി തിരിച്ചറിയുന്നതല്ല. അതുകൊണ്ടാ വെറുതെ പറയാം. ഫ്ലാറ്റിലേക്കായി ഞാനത് ബേസിക്കലി കംഫർട്ടിന് വേണ്ടി മാറിയതാ. വീട് ഈ സുനിൽ ജോർജ് കോസ്റ്റ്യൂം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവർക്ക് എല്ലാവർക്കും അടാറ് കോസ്റ്റ്യൂമാ കൊടുത്ത്. അപ്പൊ ഞാനും മോശം നമുക്ക് മര പൊട്ടിക്കണോട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ മോശം ഇറങ്ങി. പക്ഷെ ഉണ്ടല്ല അന്ന് ഷൂട്ടിങ് വന്നപ്പോ ഞങ്ങളായിരുന്നു ഏറ്റവും അലമ്പ് ഡ്രസ്സ്. ഇവന്മാരൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ പ്ലാനിങ് പൊളിഞ്ഞ് ശരിക്കും പറഞ്ഞു. അതില് എന്റെ മമ്മി ചോദിച്ചു നീ ഈ പടത്തിൽ ആരാന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ഈ പടത്തിൽ ഞാൻ പത്രോസാണ് പറഞ്ഞു. ചേട്ടന്റെ കോസ്റ്റ്യൂം തന്നെ ഡിഫറെന്റ് ആണല്ലോ. ഇത് ഡെയിലി ജോലി നമ്മള് ഇങ്ങനെ ഒരു എപ്പോഴും ഒരു സ്റ്റൈൽ മെന്നൻ പ്രായം അറിയിക്കരുതല്ല. അല്ല ഇവന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പൊ വേറെ ആളായിട്ട് നേരത്തെ ഇപ്പൊ ആള് പീറ്റർ എന്നാണ് ഈ പേഴ്സണാലിറ്റി കിട്ടേക്കണേ ഞങ്ങള്. കാരണം അധികം സംസാരിക്കാത്ത ഭയങ്കര മര്യാദക്ക് ക്യാമറയ്ക്ക് പോയി തൊട്ട് മുമ്പ് ഇവന് വേറൊരു അത് എന്തെങ്കിലും അബദ്ധം സംഭവിക്കും. ഞാൻ ഇവനും കൂടി ഒരു ദിവസം ടൂർ പോയി. ഞാനിങ്ങനെ ടൂർ പോയ സമയത്ത് ഞങ്ങള് ഇങ്ങനെ വർക്കലേ പോയതാ. ചെന്നപ്പോഴേക്കും പെട്ടെന്ന് ഇവൻ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയി. പീറ്റർ പുറത്തു വന്നു. എന്തിനാണോ ടൂർ പോകുന്നത്, വെറുതെ കാശ് കളയാൻ വേണ്ടി, എല്ലാ കാര്യം ഇടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിപ്രഷൻ. അവിടെ ചെന്ന് നേരെ ടൂർ ചെയ്ത് ഞങ്ങൾ റൂം എടുത്തപ്പോൾ അവിടെ പൂളും ഉണ്ട്. അപ്പൊ ഞാൻ പറയടാ പൂളിലിറക്കടാ, എന്തിനാണ് വെറുതെ വെള്ളത്തേക്ക് ഇറങ്ങി വെറുതെ കാശ് കളയാ, താനൊക്കെ പ്രാന്താണ്. ഞാൻ ആകെ ഡിപ്രഷനായി പോയി. കയറി ഇവര് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തല കുളിച്ചിട്ട് തോർത്തി ഞാൻ നോക്കുമ്പോ എന്റെ തോർത്തെടുത്ത് തോർക്കണേ. നീ എന്റെ തോർത്തെടുത്താണല്ലോ. അപ്പൊ തന്നെ പേഴ്സണാലിറ്റി മാറി. അയ്യോ മച്ചാനെ ആള് മാറി. പിന്നെ പൂളിൽ നിന്ന് ഇറങ്ങണല്ല. അങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ട് ഇവന്. ഇപ്പൊ മറ്റേ പേഴ്സണാലിറ്റിയാണ് ഇരിക്കുന്നത്. ഡിപ്രഷൻ പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി മാറ്റണം. അല്ല ശരിക്കും അതല്ല. എന്റെ തോർത്തെടുത്ത് പുള്ളി കുളിച്ചു. അപ്പൊ അവരെ എന്റെ തോർത്തെടുത്തിന്റെ ആ കുളിച്ചെന്ന് വെച്ചു. അപ്പൊ ഞാൻ എങ്ങനെ കുളിക്കുമെന്ന് വെച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ നിന്റെ തോർത്ത് എന്റെ കാര്യം ആലോചിക്കടാ നീ ഒന്ന്. അതല്ല ശരിക്കും അതല്ല. അത് ടെൻഷനായി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാറിന്റെ അകത്തിട്ട് കീട്ട് അടച്ചു കളഞ്ഞു. കാറിന്റെ അകത്തിട്ട് അടച്ചു കളഞ്ഞു. അടഞ്ഞു പോയതാണത്.
അത് കഴിഞ്ഞ പിന്നെ സീനായിരുന്നു. ഞാൻ ഇങ്ങനെ പിന്നെ അല്ലേ അതന്നെ കാരണം അന്നാ പരിപാടി അടിപൊളിയാന്ന് എനിക്ക് ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരാളോട് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് ഡൊമിനിക്. എൻ്റെ ആദ്യ സിനിമയിൽ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ രണ്ടാം സിനിമയിൽ ഡൊമിനിക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മൊമെന്റ് ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആസ് എ ഒരു ഹ്യൂമൻ എന്നെ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാക്കിയൊരു മൊമെന്റ് ഉണ്ട്. അതായത് ഞാൻ ഇടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡൊമിനിക് അപ്പൻഡീസ് പാപ്പി എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആ സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ കുറെ ആൾക്കാരുടെ ചോദിക്കാറുണ്ട് ഇത് ആരാ ചെയ്തത്. കാരണം ഡൊമിനിക്കിന് അധികം അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല. അത്രയും നല്ല ആർട്ടിസ്റ്റാണ്, അത്രയും ടൈമിങ്ങും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് ദിവസം ഷൂട്ട് അറിയാമല്ലോ, എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് ഇടി. അപ്പോൾ ഇടി കാസർഗോഡ് കൊടും ചൂട്, കാക്കി ഇരിക്കാൻ പോലെ തന്നില്ല, അത്രയും ചൂടത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം രാവിലെ ഞാൻ കണ്ട് ഉറങ്ങുമോ, ഒരു 5 മണിയൊക്കെ കാണും. അപ്പം ഡൊമിനിക്ക് പതുക്കെ എൻ്റെ ഡോറ് തുറന്ന് അകത്ത് കയറി. ഞാൻ ഉറക്കമാണ്, ഞാൻ ഡോർ അടച്ചിട്ടില്ല. എൻ്റെ തലക്കും ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ തട്ടുവാണ് എന്നെ. അപ്പം ഞാൻ കണ്ടു തുറന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് ഫ്രണ്ടിൽ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്ത ഡൊമിനിക്കാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ തുറന്ന് സജിത് ബ്രോ ഇന്നത്തെ എൻ്റെ ഷോട്ട് 2 ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡൊമിനിക്ക് ഇന്നും ചേട്ടൻ ഇന്നേ ഉള്ളൂ, നമുക്ക് ഇന്നത് ക്ലൈമാക്സാണ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല എൻ്റെ ഭാര്യ ചെറുതായിട്ടൊന്ന് മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ അങ്ങ് പുള്ളി അങ്ങനെയാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഇമോഷനാണ് പുള്ളി പറഞ്ഞത്. അതിലും കോമഡി ആയിട്ട് പറയുന്നത് നല്ലത്. ഞാനത് റിയലൈസ് തന്നെ അയാളുടെ ലൈഫിൽ എല്ലാം അയാൾ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അയാൾ ഒട്ടും ഇമോഷണൽ അല്ല പറയുന്നത്. അത് പല രീതിയിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ഞാനത് ഇല്ലാണ്ടായി. ഞാൻ കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ ഇന്ന് പോയിട്ട് വാ, കുഴപ്പമില്ല, ഞങ്ങളത് മാറ്റിച്ചോളാം, നമുക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യാം. ജേട്ടനൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ജേട്ടൻ അപ്പം തന്നെ അത് സെക്കൻഡറി ആണ്, മനസ്സിലായി, എല്ലാം സെക്കൻഡറി ആണ്. അപ്പം ലൈഫിനെ എല്ലാം അദ്ദേഹത്തിന് കോമഡി ആണെങ്കിലും ഒരുപാട് പെയിനുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഹാർഡ് അല്ലാണ്ട് കാര്യങ്ങളെ എടുക്കാനുള്ളതായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ട്. അത് ബേസിക്കലി ഇവനൊരു എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു ഇൻസിഡന്റിന് ഇവൻ ലൈറ്ററായിട്ട് എടുക്കും. നമുക്കത് ലൈഫ് സിമ്പിൾ അല്ലേ മച്ചാനെ, ലൈഫ് വെറും സിമ്പിളാ മച്ചാ. നമ്മ ഇന്നലത്തെ കുറിച്ച് ആലോചിക്കേണ്ട നാളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടെന്ന്. ഇപ്പൊ എന്ത് ലീവ് അറ്റ് ദ മൊമെന്റ്, അത്രേ ഉള്ളു. വെറുതെ ഒരു ഹഗ് ചെയ്താലും പോണ സംഭവങ്ങൾ ഇടുന്നല്ല. ഇപ്പൊ സാജിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വൈഫ് മരിച്ചേണ്ടി, ഞാൻ പറഞ്ഞു സാജിദേ അടുത്ത നാളെ തന്നെ പരിപാടികളോടെന്ന് പറഞ്ഞു. എടോ മരിച്ചാൽ താൻ പടിയാ സാധനം റെഡിയാക്കണമെന്ന് പറഞ്ഞു. അതല്ല എന്നെ ഒരുപാട് ആൾക്കാരോട് പ്രതീക്ഷിക്കണല്ലേ. അപ്പൊ അതല്ലേ ചെയ്യേണ്ടതാണ്. പുള്ളിയുടെ ലൈഫിൽ പുള്ളിയുടെ പ്രധാന അവസാനം എൻ്റെ അല്ല. നമ്മളൊരു ക്യാരക്ടറുകൾ പുള്ളിക്ക് ഫോൾ മൊത്തം ഡീൽ ചെയ്യണമല്ല. അപ്പൊ ഇതെല്ലാം സിമ്പിളാണ്. പോണവര് പോകുമ്പോ പുതിയ ആൾക്കാർ വരും. ഇവര് പ്രത്യേകം ഇവൻ ഹിമാലയത്തിൽ പോയി കുറച്ച് ദിവസം അവിടെ ചെന്ന് ഇവൻ ഹിമാലയത്തിൽ പോയ ഒരു താടി വെച്ചിട്ട് കുറച്ചാൾ നടന്നപ്പോ അവിടുത്തെ ആൾക്കാർ പിടിച്ച് ഇവനെ സ്വാമിയാക്കി. ഇവൻ അവിടെ 2 മാസം അവിടെ സ്വാമിയായിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ബോറടിച്ചപ്പോ പാടുന്ന ബൈക്ക് കൊടുത്തിട്ട് തിരിച്ചു. അതല്ല ഇത് കഴിഞ്ഞപ്പോ എന്റെ ഫോൺ പോയി കഴിഞ്ഞാൽ 10 പൈസ ഇല്ല കയ്യിൽ, പൈസ ഇല്ല. അപ്പൊ ഈ താടിയെ കുളത്തി ഒരു ഒറ്റക്കാലം ഒരു സ്വാമി ഉണ്ടാവും. സ്വാമി പറഞ്ഞ് ആവോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ 1 മാസമാണ് പുള്ളിയുടെ ആ ഗുഹയിൽ നിന്ന് ഞാൻ പൂജയൊക്കെ ചെയ്ത് സമൃദ്ധി വാർത്താഹി പ്രബന്ധം അവിടെ സാധനമൊക്കെ ഇട്ട് കൊടുക്കും 1 മാസം. പിന്നെ അവിടെ നിന്ന് പൈസ കിട്ടിയിട്ട് 10-20 കിട്ടിയപ്പോ അവിടെ നിന്ന് ബൈക്ക് എടുത്ത് പിന്നെ പോന്നു. അന്ന് ഇയാൾ പറഞ്ഞെടുത്തേട്ടാ ഒരു കാര്യമില്ല, നീ ഒന്നുമില്ല, വെറുതെ പോരും, ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞു. ഇയാളുടെ വിളി യാത്ര മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് നല്ല ഇപ്പോഴും ഇപ്പുണ്ടായിരുന്നെ. ഞാൻ ഡിപ്രഷനിലാണ് പോയത്. ഞാൻ പറഞ്ഞു നീ അവര് ഡിപ്രഷനിൽ ഇരുന്നിട്ട് കാര്യമില്ല, നിന്റെ പിള്ളേരോട് പോകും ഡിപ്രഷനിൽ കൊടുത്തിട്ട് അവർക്ക് വലുതി പോകാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. അപ്പൊ തന്നെ ബൈക്ക് എടുത്ത് തിരിച്ചു. അതിനപ്പുറം ഒരു ദിവസം വേറൊരു കഥ എനിക്ക് പറയാൻ, ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഡൊമിനിക് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റിക് ഇട്ട് നിൽക്കുകയാണ്. ഞാൻ ചെന്തുറ്റി അത് ഞാനൊരു ഓൾറെഡി ട്രിപ്പ് പോയി മച്ചാനെ ബൈക്കിൽ ഹോണ്ട ഡിയോയിൽ പുള്ളി ഓൾറെഡി ട്രിപ്പ് പോയി മച്ചാനെ. ഞാൻ കാശ്മീരിൽ പോയി, ഞാൻ അവിടെ പോയി, ഞാൻ മേഘാലയ പോയി, ഒന്നും പറ്റില്ല. ഡിയോ സ്കൂട്ടറിൽ പോയി പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ്. തിരിച്ചു വന്നപ്പോ വാഴക്കാല തിരിച്ചു വീണത്. അതില്ലേ, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചേക്കണടാ നീ ചാവടിക്കാണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ചാവടിക്കാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വാട്സപ്പിൽ ലൊക്കേഷൻ ഇവിടെ 12 ദിവസം വശിഷ്ഠിലെത്തണം. 12 ദിവസം കഴിഞ്ഞ് അവിടെ പോയിട്ട് ചാവടിച്ച്. അത് കഴിഞ്ഞ് അവിടെയൊക്കെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവിടെ ഇവിടെ തലയും കുത്തി വീണിട്ട് കൈകാലൊടിഞ്ഞു. സംഭവിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ ഈ പടം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വാരണാസി പോവാൻ. നമുക്ക് ഓഫർ ഒന്നുണ്ട്. പിന്നെ അവിടെ പോയി തപസ് ചെയ്യാനുള്ള വാരണാസിയൊക്കെ സ്ഥിരം പോണല്ലോ. ഒക്കെ പോയി കഴിഞ്ഞു സ്ഥലമൊന്നുമില്ല. ഇവരുടെ ഇഷ്ടപ്പെട്ടത് ബേസിക്കലി തൊമ്മിയാണെങ്കിലും മോശമാണെങ്കിലും ഫിലിം അങ്ങനെ ഒരു ആക്ടിങ് അങ്ങനത്തെ ഒരു കരിയറായിട്ട് എടുത്തിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സൈദ് പറഞ്ഞവൻ എന്തുകൊണ്ട് അവനൊരു രസത്തിന് ഈ ട്രിപ്പ് ഈ വാരണാസി പോകുന്നതിന്റെ കൂട്ടത്തിൽ അഭിനയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളുടെ അടുത്ത് പോയി ചാൻസ് ചോദിക്കലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സിനിമയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് ഇവർ രണ്ടുപേരും നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് തൊമ്മിനെ വേറെ പടങ്ങളിൽ കാണാറില്ല. തൊമ്മി എഫേർട്ട് എടുക്കാറില്ല. വേറെ സാജിദ് എൻ്റെ അടുത്ത് രാത്രി സാജിദ
എടോ ഞാൻ ഒരു പടം തുടങ്ങാൻ പോകുന്നുണ്ട്, തനിക്ക് ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ തനിക്കൊക്കെയല്ലേ അഭിനയിക്കുന്നോ പടം, അങ്ങനെ അഭിനയിച്ചേക്കണ സാധനം. അതാ പ്രൊഡ്യൂസറിന്റെ സീൻ. ഇവർ അഭിനയിച്ചു നായകനായിട്ടൊരു സിനിമയില് ഇക്കയുടെ ചകടം എന്നൊരു പടത്തിൽ ഇവർ നായകനായിട്ട് അഭിനയിച്ചു. അതായത് പക്ഷെ അതൊന്നും ഇവനെ ബോധർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആക്ടേഴ്സ് എന്ത് ചെയ്യും, അതുകൊണ്ട് രാവിലെ കാണിക്കും. പിന്നെ മറ്റേത് ഒരു അത് പറയണോ, ഒരു ഇന്റർനാഷണൽ ഇവൻ വിചാരിക്കുന്ന ഒരു ലോക്കലിൽ അഭിനയിച്ചവൻ. ഇപ്പോ ഈ സിനിമ എന്ന് പറയുമ്പോ നമ്മുടെ സിനിമാ പ്രാന്തന്റെയും കൂടെ സിനിമയാണ്. ഇക്കണ്ട് പിന്നെ ഇത്രയും പേര് നമുക്ക് അത്രയും ക്ലോസ് ആയ ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഇക്കന്റെ അഭിപ്രായം? അല്ല, എന്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആണ്. വിപിൻ ആറ്റ്ലി എന്ന് പറയുന്ന കിടിലം മേക്കറിന്റെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആണ്. അയാളുടെ പൊളിറ്റിക്സ് ആണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമ നല്ല ഫണ്ണായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസ് ഉള്ള, ഒരുപാട് നല്ല പെർഫോമൻസ് ഉള്ള, വളരെ ലിമിറ്റഡ് ആയിട്ട് ക്രൂവും ലിമിറ്റഡ് ആയ ടെക്നീഷ്യൻസും ലിമിറ്റഡ് ബഡ്ജറ്റും വെച്ച് നേരത്തെ പറഞ്ഞൊരു ശങ്കർ സാർ സംഭവമാണ് പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ബേസിക്കലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ഒരു പ്രൊഫഷണൽ ഫിലിം ഷൂട്ട് ചെയ്യാമെന്ന്, നേരത്തെ നമ്മൾ ഇൻഡിപെൻഡന്റ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ പ്രൊഫഷണൽ പരിപാടി വേണ്ട, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻഡിപെൻഡന്റ് സെറ്റപ്പിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ ഫിലിം ഷൂട്ട് ചെയ്യാന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത് ആക്ച്വലി. കാരണം നമ്മൾ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കിങ്ങും പ്രൊഫഷണൽ ഫിലിം മേക്കിങ്ങും നമ്മൾ രണ്ട് സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഷൂട്ടിംഗ് ആണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ വളരെ മിനിമം ക്രൂ പ്ലസ് ഒരു എന്താ പറയുക, അതിൻ്റെ മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രെയിം ചെയ്യുന്നതിനൊക്കെ പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാവും. ഇത് അതുണ്ടാവില്ല. നമുക്കൊരു നമ്മൾ തന്നെ അങ്ങനെ എങ്ങനെ നമുക്കൊരു ഭയങ്കര പ്രൊഫഷണൽ ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു പരിപാടി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്ലിയെ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുവരണം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേട്ടനെ വിളിച്ചെടുപ്പിച്ച് അതേ പോയിട്ട് പ്രൊഡ്യൂസർ പോയിട്ട് കാലിലിരിക്കും, ആഡ്ലി തുടങ്ങണ്ടേ എന്ന് വെച്ചാൽ എല്ലാ ക്രൂസ് മൊത്തം വന്നിട്ടുണ്ടാവും. മൂഡ് വരണം, ഇരുന്ന് എഴുന്നേപ്പിച്ച് ചായ കുടിപ്പിച്ച് മിക്സറൊക്കെ കഴിച്ച് അന്ന് ചാർജ് ചെയ്ത്. പക്ഷെ സെറ്റിലെത്തി കഴിഞ്ഞാൽ പിന്നെ ആള് മാറും. പക്ഷെ തുടക്കത്തിൽ സെറ്റിലെ ദിവസങ്ങളല്ല അറിയാവുന്നത്, ഷൂട്ടിംഗ് ഇല്ലാത്ത അല്ലാത്ത ദിവസങ്ങളിൽ അറിയാൻ പാടില്ല. അല്ല, ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഈ ഫിലിമിന് മുമ്പുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് സ്ക്രിപ്റ്റ് എങ്ങനെ അതാണ് ശരിക്കും അതിലാണ് ശരിക്കും ഇരിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ആഡ്ലി ചേട്ടൻ ഇപ്പം അവിടെ വന്ന ശേഷം പ്ലാൻ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് രാവിലെ വന്നിട്ട് പുള്ളി ഷോട്ടിന്റെ ഇടയിൽ പുള്ളി പ്ലാൻ ചെയ്യും, അതാണ് പ്രശ്നം. അല്ലാതെ അപ്പൊ പ്ലാൻ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. എല്ലാരും വന്നിട്ടാ ക്യാമറ വെച്ച് അത് വെച്ച് എല്ലാരും അറേഞ്ച് ചെയ്ത് സ്റ്റാർട്ട്. അത് പുള്ളിയുടെ മൈൻഡിൽ പറയുമോ, ചായ കുടിച്ച് കുളിച്ച് എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു എന്താണെന്നറിയാമോ, ഷോർട്ട് പ്ലാൻ ചെയ്യണേ ഒന്നുമല്ല. അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ വരുമ്പോ ആ കടയിൽ കയറി ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതാണ് മനസ്സിലായി. ആക്ഷൻസ് ഇങ്ങനെ ആയിരിക്കുള്ളൂ. അത് ബേസിക്കലി ഞാനൊരു അവിടെ ചെന്നിട്ട് എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ ഷെഡ്യൂൾ തിരിച്ചായതുകൊണ്ട് എനിക്ക് സാധാരണ രീതിയിൽ രാവിലെ എഴുന്നേക്കാൻ പാടാ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഓണാവാതെ എല്ലാവരും ഓണായിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറയും രാവിലെ ഇരുന്നിട്ട് ആരും വരണ്ടെന്ന് പറയും. പക്ഷെ ആത്മാർത്ഥ പുത്ത് മോശമൊക്കെ രാവിലെ 6 മണിക്ക് വന്നിരിക്കും. എന്തിനാണെന്ന് എനിക്ക് പറയാൻ പുള്ളിയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് പുള്ളിയുടെ സ്ട്രാറ്റജി. അതാണ് പുള്ളിയുടെ ഒരു പ്ലസ് പോയിന്റ്. ശരി, ഓക്കെ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആക്ടിനോട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ എഡീസ് ഉണ്ട്. ഈ ഒരു എഡീസ് ഒക്കെ വന്നിട്ട് തലേ ദിവസം മുതൽ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യില്ല. ഇവന്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോഫിയിൽ പോയിരിക്കുക, 4 മണി വരെ ഉറങ്ങാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവിടെ ആ സ്ക്രിപ്റ്റ് അങ്ങനെ നാളെ അങ്ങനെ ഷൂട്ട് ചെയ്യണം, ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, മുട്ട പ്ലാനിങ് ആണ്. ഈ പ്ലാൻ ചെയ്ത് എല്ലാ എഡീസും കറക്റ്റ് ചാർട്ട് ചെയ്ത് രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ലൊക്കേഷനിൽ എല്ലാം ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. മച്ചാൻ ഒരു 10 മണിയൊക്കെ ലാൻഡ് ചെയ്യും. എന്നിട്ട് എല്ലാം ഓക്കെ ആശാൻ വന്നു കഴിയുമ്പോഴേക്കും അതല്ല വേണ്ടി ഇതല്ലേ മൊത്തം സ്ക്രിപ്റ്റാണ് വിളിച്ചു ചെയ്തത്. ഈ മാജിക് ഫിലിമിൽ കാണാൻ പറ്റട്ടെ. എന്തായാലും ജൂലൈ 17 ഞങ്ങളെല്ലാരും ഒരുമിക്കുന്ന ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തനം ഇറങ്ങാണ്. ഇതിനൊരു ഒരു ഡിഫറെന്റ് ഫിലിം ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഐഡിയ ഒരു സിനിമയിലും പറഞ്ഞിട്ടുമില്ല. ഇത് എനിക്ക് തോന്നാനുള്ള അങ്ങനത്തെ ഒരു സിനിമ പുറത്തും കണ്ടിട്ടില്ല. നമ്മൾ അങ്ങനെ ആരും ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് പരിപാടിയാണ്. എന്ത് എക്സ്പെക്ടേഷനോടെയാണ് ഇപ്പം ഓഡിയൻസ് ഈ സിനിമയെ കാണുന്നത്? ബേസിക്കലി ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി ലോകത്തെല്ലാവർക്കും
റിലിജൻ അല്ലെങ്കിൽ മറ്റേ എല്ലാ റിലിജനും കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ സിനിമകളിൽ റിലിജൻ പറയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ, പൈസ പറ്റിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാറ്. ഇത് ഇന്നർ പൊളിറ്റിക്സ് ഓഫ് ഒരു സാധനമുണ്ട്. നമ്മൾ പൊളിറ്റിക്സിനെ പ്രത്യേക ഒരു സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റും. അതിനെപ്പറ്റി ഒരു സിനിമ വന്നിട്ടില്ല. പക്ഷെ ഞാനത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് അത്ര ഭയങ്കര കട്ടിയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് പറഞ്ഞേക്കണേ. അതിനകത്ത് നമ്മൾ അത് കണ്ട് സെക്കൻഡ് ഹാഫ് ആണ് അതിലേക്ക് നമ്മൾ പോയിന്റിലേക്ക് എത്തുക. ഫസ്റ്റ് ഹാഫ് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസിൻ്റെ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈ സിനിമയിൽ ആൾക്കാർ ഇന്നാവുന്നത് അതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ്. അതിൻ്റെ ഒരു ഫീലും ഇത് നമ്മൾ എന്താണോ മാറ്റർ പറയാൻ ഉദ്ദേശിച്ചേക്കണേ അത് മനസ്സിലാവും. സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഐഡിയ വന്നിട്ടില്ല ഇതിനു മുമ്പ്. നമ്മൾ റിലീജിയസ് പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ. ആൾക്കാർ പറ്റിക്കുന്നു അല്ലെങ്കിൽ പൈസ അതിൻ്റെ പേരിലുണ്ടാക്കുന്നു. അതിനകത്തുള്ള ഒരു സീക്രട്ട് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ജൂലൈ 17 ആൻഡ് പല പ്രവർത്തനത്തിൽ വരുന്നു. ഇവരെല്ലാവരും പുതിയ ആൾക്കാർ ആണെങ്കിലും ഇവർ ഒരു പ്രൊഫഷണൽസും ആയിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സജിദ് നന്നായി ചെയ്തു, മോസസ് കലക്കനായിട്ട് ചെയ്തു, തൊമ്മിയായിട്ട് തന്നെ ചെയ്തു. ഈ പടത്തിലെ നായിക എനിക്ക് തോന്നുന്നു അവരെ മാത്രമേ നായികയുള്ളൂ. തൊമ്മി കലേശൻ അങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുറച്ച് പുതിയ ആൾക്കാരുടെ പെർഫോമൻസും കാണാൻ പറ്റും. അത് തന്നെ ഇത് പറയുന്നത് എല്ലാം തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. വിപിൻ ആഡ്ലിയുടെ ഒരു മാജിക് കാണാൻ പറ്റട്ടെ. മാജിക് ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ. താങ്ക് യു.